കോട്ടയം തിരുവാതുക്കലിലെ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിന്റെ കോമ്പൗണ്ടിന് പുറത്താണ്. ഈ കാണുന്നതാണ് വീടിന്റെ കൂറ്റൻ മതിൽ. അല്പസമയം മുമ്പ് കോട്ടയം ജില്ലാ പോലീസ് മേധാവി പറഞ്ഞത് ഈ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതിയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള സൂചന ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആരെയും ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം മുൻ വാർഡ് കൗൺസിലർ ടിറ്റോ ആണ് ഉള്ളത്. അങ്ങ് ഇത്രയും സമയം വീടിന്റെ കോമ്പൗണ്ടിനകത്തുണ്ടായിരുന്നു. ഡോഗ് സ്ക്വാഡ് വിശദമായിട്ടുള്ള പരിശോധന നടത്തി. അത് കണ്ടപ്പോൾ അങ്ങേക്ക് എന്താണ് തോന്നിയത്? അല്ല, ഇത് കൊലപാതകമാണെന്ന് ആദ്യം തന്നെ നമ്മൾ തീരുമാനിച്ചതാണ്. അതുകൂടാതെ ഇതിൻ്റെ വാതിക്കൽ വാതിലിൻ്റെ വാതിക്കൽ നിന്ന് ഇന്നലെ രാത്രി 8 മണിക്ക് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ നേരത്തെ ഇവിടെ നിന്ന ആസാം സ്വദേശിയുടെ പേരിലുള്ള പ്ലാറ്റ്ഫോം ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് ആ പ്ലാറ്റ്ഫോം ടിക്കറ്റിൽ ഡേറ്റ് ഏതാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടോ? ഡേറ്റും ടൈമും പേരുമുണ്ട്. അതുകൂടാതെ ഈ ട്രില്ലർ ഉപയോഗിച്ച് കൈകൊണ്ട് തിരിക്കുന്ന ട്രില്ലർ ഉപയോഗിച്ചാണ് ഡോറ് തുറന്നിരിക്കുന്നത്. അത് ഈ കൈകൊണ്ട് തിരിക്കുന്ന ട്രില്ലർ ആയത് കാരണം അത് ഒച്ച കേൾക്കുകയല്ലോ, കിഴത്തേക്കകത്തോട്ട് തിരിച്ചാൽ മതി. അപ്പം അതും അവിടെ കിടന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞത് അമ്മിക്കല്ല് വീടിന്റെ വാതിക്കൽ നിന്ന് കിട്ടിയിരുന്നു. പക്ഷേ അമ്മിക്കല്ല് ഉപയോഗിച്ചതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അത് അമ്മിക്കല്ല് എടുത്തുകൊണ്ട് വന്നതിന്റെ ഉദ്ദേശം ഇടിച്ച് തുറക്കാവുന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും. പക്ഷേങ്കിൽ അത് അതേപടി തന്നെ തിരിച്ചോ മറിച്ചോ ഇടാതെ അതേപടി തന്നെ അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടാതെയാണ് ഈ ട്രില്ലർ കൊണ്ട് ഇത് തുറന്നത്. ഇപ്പോൾ വീട്ടിൽ 2 വളർത്തുനായ്ക്കളുണ്ടായിരുന്നു. ഒരു വളർത്തുനായ നേരത്തെ ചത്തുപോയതാണ്. ഇപ്പോൾ ഒരു വളർത്തുനായുണ്ട്. അത് വീടിന് പുറത്താണോ അതോ അകത്താണോ കിടക്കുന്നത്? അവിടെ ഒരു മുറി പോലെ ഉണ്ട്. ആ മുറിക്കകത്താണ് കിടക്കുന്നത്. പക്ഷേ ഇപ്പം ഇത്രയും പേരൊക്കെ ഇറങ്ങിയിട്ടും ഇത്രയും പേരൊക്കെ വന്നിട്ടും അതിന് യാതൊരു അനക്കവും ഇല്ല. അത് കുറയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ പോലീസിനാ വന്നിട്ട് ഈ കോമ്പൗണ്ടിൻ്റെ അകത്തൂടി ഒരു റൗണ്ട് കറങ്ങി എന്നല്ലാതെ വേറെ ഒന്നും സംഭവിച്ചില്ല. ഈ ഭിത്തിയുടെ സൈഡിൽ വന്ന് നോക്കി അത്രേ സംഭവിച്ചിട്ടുള്ളൂ. ഇന്നലെ രാത്രി ഒരു 6 മണിക്ക് ശേഷം ഈ വീട്ടിൽ ആരൊക്കെ വന്നു എന്നുള്ളത് പരിസരവാസികളിൽ നിന്ന് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, ഇവിടെ ആരും അങ്ങനെ വരാറില്ല. ഇവരെ ഭാര്യയും ഭർത്താവും ഇവിടെ ഉണ്ടായിരുന്നു. അവർ രാത്രിയിലുണ്ടായിരുന്നു എന്നുള്ളതുണ്ട്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം ടിക്കറ്റ് 8 മണിക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ടൈം വെച്ച് കിട്ടണമെങ്കിൽ അതിന് ഇതുമായിട്ട് പഴയ ഇവിടെ നിന്ന ആളുമായിട്ട് ഈ കൊലപാതകമായിട്ട് ബന്ധമുണ്ട്. ഈ കൊല്ലപ്പെട്ട വിജയകുമാർ ഒരു ബിസിനസ് പ്രമുഖനാണല്ലോ. അദ്ദേഹത്തിന് നഗരത്തിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ബിസിനസ് സംബന്ധമായ ഏതെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നതായി അറിവ് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരാളല്ലായിരുന്നു. പുള്ളി ഒരു സൗമ്യനായിരുന്നു. പുള്ളിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ശത്രുക്കളൊന്നുമില്ല. ഈ ആസാം സ്വദേശി എന്ന് പറയുന്ന പുള്ളിയുടെ വീട്ടിൽ 8 മാസമായി ജോലിക്ക് നിന്ന ആളാണ്. അവിടെ ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ പറഞ്ഞു വിട്ട ശേഷം ഇയാൾ വീട്ടിൻ്റെ ഗേറ്റിൽ വന്ന് ബഹളം ഉണ്ടാക്കുകയും ഒച്ചപ്പാടുണ്ടാക്കുകയും ചെയ്ത് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി 5-5.5 മാസം ജയിലിലായിരുന്നു. അത് കഴിഞ്ഞ് ഏപ്രിൽ മാസം 4-ാം തീയതിയാണ് ഇറങ്ങിയത്. ആ ഒരു വൈരാഗ്യമായിരിക്കുമോ ഈ ക്രൂരമായിട്ടുള്ള ഇരട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചത്? തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ തന്നെ ചിന്തിക്കാം. ആ ഒരു വൈരാഗ്യം, കാരണം ഈ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന ആൾക്കാർക്ക് നമ്മുടെ ആൾക്കാരെക്കാട്ടിലും കൂടുതൽ ക്രിമിനൽ സ്വഭാവം ആണ് ഉള്ളത്. ആ ക്രിമിനൽ സ്വഭാവം വെച്ചാണ് ഈ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും ഇപ്പോൾ മുൻ ജനപ്രതിനിധികളും ഒപ്പം തന്നെ പ്രദേശവാസികളുമൊക്കെ അവരുടെ സംശയം എന്നുള്ളത് ഇവിടെ നേരത്തെ ജോലിക്ക് നിന്നിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളി അമിത് ആണ് ഈ ഒരു ക്രൂരമായിട്ടുള്ള ഇരട്ടക്കൊലപാതകം നടത്തിയത്. അങ്ങനെ ഒരു സംശയമാണ് പ്രദേശവാസികൾക്കെല്ലാം ഉള്ളത്. പോലീസും അങ്ങനെ സംശയിക്കുന്നുണ്ട്. പക്ഷേ പോലീസിൽ നിന്നും ഈ ഇരട്ടക്കൊലപാതകം സംബന്ധിച്ച് ഏതെങ്കിലും ആളുകളെ അല്ലെങ്കിൽ സംശയമുള്ള ആളുകളെ കസ്റ്റഡിയിലെടുത്തതായി ഒരു സൂചന പോലീസിൽ നിന്ന് വന്നിട്ടില്ല. ഏതായാലും പോലീസ് അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.